ഹായ് ഗ്രാൻഡ്മാ. ഞാൻ നോക്കിയപ്പോഴാ കണ്ടത്. ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. തനിക്ക് എന്താ ഇവിടെ കാര്യം? ഒരു ബില്ലുണ്ടേ, ഒന്ന് പാസ്സാക്കാൻ വന്നതാ. എന്ത് ബില്ല്? ദാ ഈ നിൽക്കുന്ന പുന്നാര മോളുടെ ആങ്കാരത്തിന്റെ ബില്ല, ഒരു 50,000 ഒന്ന് പാസ്സാക്കി തന്ന ഞാൻ അങ്ങോട്ട് പൊക്കോളാം. മനസ്സിലായില്ല. ഇവനെന്താ തലയ്ക്ക് നല്ല സുഖമില്ലേ? ആ ഒന്ന് പുറത്തേക്ക് വന്ന് ആരുടെ തലയ്ക്കാണ് അസുഖം ഞാൻ കാണിച്ചു തരാം. പ്ലീസ് ഒന്ന് വരൂ, ഒന്ന് ഓടിച്ചാടി വരൂ പ്ലീസ്. ദാ കണ്ടോ, അമിതാഭ് ബച്ചന്റെ പ്രായവും തലയെടുപ്പുള്ള എന്റെ ജീപ്പിന്റെ മോന്താണ്ടില്ലേ? ഇപ്പൊ വടിവേലിന്റെ ഷേപ്പായി. അഹങ്കാരം തലേ കയറി മത്ത് പിടിച്ചിട്ട് മോള് കാട്ടിക്കുട്ടിയതെല്ലാം. പയ്യൻസ്, ഈ പഴഞ്ചൻ വണ്ടിക്ക് എത്ര രൂപ കാണും? അത് കൊടുത്ത് ഈ വണ്ടി അങ്ങ് വാങ്ങി കത്തിച്ച് കളഞ്ഞേക്ക് മല്ലികേ. അയ്യോ, പഴയ സാധനങ്ങളൊക്കെ കത്തിച്ച് കളയാന്ന് പറഞ്ഞ ഗ്രാൻഡ്മ പഴയൊരു അല്ലെ, ഗോൾഡ് ഈസ് ഓൾഡ് അല്ലേ? അല്ല, നമ്മുടെ കാശിന്റെ കാര്യം തീരുമാനിച്ച എനിക്ക് അങ്ങോട്ട്. മമ്മി, ഇവന് 10 പൈസ കൊടുക്കരുത്. ഇവൻ കാരണം ഞാനിതൊക്കെ ചെയ്തേ. ഇവന്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട്. ആഹാ, എന്നാ വെറുതെ നിന്ന് വാച കടിച്ച് സമയം കളയാതെ തന്റെ ഈ പാട്ട വണ്ടി എടുത്ത് സ്ഥലം വിട്ടേ. ഗ്രാൻഡ്മ, പാട്ട വണ്ടിയോ? ഇതെനിക്ക് ബെൻസ് ആണ്, ബെൻസ്. ബുക്കും പേപ്പർ ഇൻഷുറൻസ് ഇല്ലെന്നുള്ളൂ, സ്റ്റിയറിംഗും ടയറൊക്കെ ഉണ്ട്. അതെ, ഒന്നും എന്റെ വണ്ടി നന്നാക്കി തരാ, അല്ലെങ്കിൽ എന്റെ കാശ് തരാ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും കേട്ടോ. ഞാൻ ആരാണെന്ന് തനിക്കറിയില്ല. ഒരു സ്ത്രീയാണെന്നറിയാം. ഞാനൊന്ന് വിളിച്ച DGP വരെ ഇവിടെ എത്തും. ഞാനൊന്ന് വിളിച്ചാൽ ആരും വരില്ല. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്നത്. പ്ലീസ് മാഡം, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്ത കാശ് തന്നുകൂടെ പ്ലീസ്. ഞാൻ തനിക്കൊരു ചില്ലി കാശ് തരില്ല. അപ്പൊ കാശ് തരില്ല? ഇല്ല. ഓക്കെ, അപ്പൊ തീരുമാനമായി. കാശ് കിട്ടും എന്നുള്ള എന്റെ ടെൻഷൻ മാറി. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ഗ്രാൻഡ്മ ഒന്നിങ്ങോട്ട് മാറും. പാവം പേടിച്ചു പോവുക. മനസ്സ് നിറഞ്ഞു. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ? എനിക്ക് വേണ്ട. നിന്റെ അടുത്തേക്ക് എന്നെ മനസ്സിലായി കാണുമല്ലോ. ഞാൻ മറ്റേ വലിയ കൊടീശ്വരൻ MBBS. അവൻ ഭയങ്കര കുഴപ്പക്കാരനാണെന്ന് ബോധ്യമായല്ലോ. വിത്തിൻ സെക്കൻഡ്സ് അവനെ പോലീസ് പൊക്കും. ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് DGPയോട്. പോലീസിനെ കൊണ്ട് പൊക്കിച്ചിട്ട് എന്താ കാര്യം? അവൻ ഊരും. അവന് ജാമ്യം എടുക്കാൻ വേറെ വക്കീലിനെ വെക്കേണ്ട കാര്യമില്ലല്ലോ. അവൻ തന്നെ വക്കീലല്ലേ, LBW. അവൻ ഒരു എല്ല് കൂടുതലാ. അവന്റെ എല്ലൂര് വെല്ലൂര് പോലും എടുക്കാത്ത വിധത്തിൽ എന്റെ ഗുണ്ടകളാക്കിക്കോളും. ഇവിടത്തെ കാര്യത്തിൽ ഇടപെടാൻ അവനാരാ? ആരായാലും നമുക്കെന്താ? നീ എന്താ അംബാസഡർ കാറിന്റെ കച്ചവടം തുടങ്ങിയോ, അതോ മോഷ്ടിച്ചതാണോ? ഇത് ഞാൻ ആക്രി വിലയ്ക്ക് വാങ്ങിയ കാറുകളാ. ഫൈറ്റിനടിച്ച് പൊളിക്കാൻ. ഫൈറ്റാ? വളച്ചുകെട്ടില്ലാതെ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ രാജമല്ലികയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തു. പതുക്കടച്ചൂടേടാ. അല്ല, ഈ ഫൈറ്റില് നമ്മളും പങ്കെടുക്കൂലോ അല്ലേ? എന്നാലും രസമുള്ളൂ. ഞാൻ നിന്റെ ടീം നോക്കിയടിയടാ.
കൊള്ളാം. താങ്ക് യു സാർ. ഇവർക്കെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. അതിന് കംപ്ലൈന്റ് തരേണ്ടത് ഞാനല്ലല്ലോ. പിന്നെ അത് ഒരു പാവപ്പെട്ട കോടീശ്വരനെ കുറെ ആളുകൾ ഓടിച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഇടപെട്ടു, അത്രേ ഉള്ളൂ. എന്നിട്ട് ആ പാവപ്പെട്ട കോടീശ്വരൻ അവിടെ? കോടീശ്വരൻ അവിടെ മറിഞ്ഞിക്കണു സാർ. മിസ്റ്റർ വരണം. ഇങ്ങോട്ട് വന്നേ. പനിയാണെന്ന് കള്ളം പറയാം, അപ്പൊ ഇടി കിട്ടൂല. സാർ നമസ്കാരം. വിളിക്കണു. ഇയാൾ ഇങ്ങോട്ട് വരൂ. പ്രസന്റ് സാർ. തന്നെ എന്തിനാ ഗുണ്ടകൾ ആക്രമിച്ചത്? എന്നെയോ? പിന്നെ എന്നെയാണോ ആക്രമിച്ചത്? എന്നെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ പറയണം. അഴിയണം, വകുപ്പ് പറയാ. അയ്യോ, എനിക്ക് രക്ഷപ്പെടാനുള്ള വകുപ്പ് മതി, എനിക്ക് പരാതിയില്ല. തനിക്ക് പരാതി ഉണ്ടെന്ന് പറഞ്ഞോട്ടല്ലേ ഞാൻ ഇതിൽ ഇടപെട്ട് അവരെ തല്ലിപ്പിടിച്ചോക്കെ. അതിലെനിക്ക് പരാതിയുണ്ട്. ഇന്നാലെ പരാജയം വാങ്ങും. തരൂ. അല്ല, പരാതി കൊടുത്ത് അവരൊക്കെ അകത്താവും. അല്ലെങ്കിൽ താനകത്താവും. ഇവിടെ ഒരു സൈൻ ഇട്ടാ മതി, ബാക്കി ഞാൻ എഴുതി ചേർത്തോളാം. ഓക്കെ, താങ്ക് യു. ലെറ്റ്സ് ഗോ. ശരി സാർ. താനെന്താ പോലീസുകാർക്ക് എന്നെ ഒറ്റ കൊടുക്കാഞ്ഞത്? ഞാനൊരു വക്കീല് മാത്രല്ല, നാടകൃത്ത് കൂടിയാ. ഞങ്ങൾ നാടകക്കാരെ കഥയിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു കുനിഷ്ട് വർക്ക് ചെയ്യും, പിന്നീട് അത് പ്രയോജനപ്പെടാറുണ്ട്. ഈ കുനിഷ്ട് പിന്നീട് നിനക്ക് മനസ്സിലാവും. മനസ്സിലായടാ? ഞാൻ ASP മധുറാം. ഗുഡ് മോർണിംഗ്. ഞാൻ അവനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. കൂടുതൽ തെളിവെടുപ്പിനായി അങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട വേണ്ട, എനിക്ക് അവന്റെ മുഖം കാണുന്നതേ വെറുപ്പ. ഒരു 5-8 കൊല്ലം അകത്ത് കിടക്കണം അവൻ. അതിനുള്ള വകുപ്പുകൾ ഞാൻ ഇവന്റെ തലയിൽ കെട്ടിവെച്ചു. തലയിൽ എന്ത് വേണോ കെട്ടിവെച്ചോളൂ. ഇപ്പൊ ഇറുക്കി പിടിച്ച കാലൊന്ന് മാറ്റി തന്നാ മതി. മേ ഐ കമിൻ സാർ? ഞാൻ അഡ്വക്കേറ്റ് KV പണിക്കർ. ഒരു പ്രതിയെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി വന്നതാ. ഏത് പ്രതി? ആ പ്രതി സാറിന്റെ കാലിന്റെ ഇടയിലുണ്ട്. ഏത് വകുപ്പ് പ്രകാരമാണ് ഇയാൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? എന്താണ് പ്രതിയുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം? എനിക്കറിയണം. സ്ത്രീ പീഡനം. സ്ത്രീ പീഡനോ? അതെ, പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി നേരിട്ട് തന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ അറസ്റ്റ്. ഏതാണ് ആ പെൺകുട്ടി? ചന്ത വാസന്തി അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡ് മേരി. പക്ഷെ അവര് ഈ പരാതി കൊടുക്കുന്ന ടൈപ്പ് അല്ലല്ലോ. സാറിന് തെറ്റിപ്പറ്റിയതാവും. അല്ല, ഇത് രാജാസ് ഗ്രൂപ്പിന്റെ MD രാജമല്ലിക മാഡത്തിന്റെ മകളെ പീഡിപ്പിച്ച കേസാ. രാജലക്ഷ്മിയോ? ആ, സത്യമാണോ അംസേ? എനിക്കറിയില്ല സാറേ, ഇവന് ജാമ്യം വേണ്ട സാർ. പണിക്കർ സാറേ. പറയണ കേക്ക്. ഒരു മിനിറ്റ് സാറേ. മോനങ്ങ് വന്നേ. മോനെ ഹംസേ, നീ പീഡന കാര്യത്തിൽ ഇത്ര മിടുക്കനാന്ന് ഞാൻ കരുതിയില്ല. കഴിഞ്ഞ 3 മാസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ വേണ്ട, ഞാൻ. നീ ഒന്നും പറയണ്ട, നീ പീഡിപ്പിച്ചു. എടാ പൊട്ട, ഇത്രയും വലിയൊരു സുവർണാവസരം ആ പെണ്ണിനെ കെട്ടാൻ ഇനി വേറെ കിട്ടും. അതുകൊണ്ട് നീ കുറ്റ ഏക്കുന്നു. എടാ, നീ പീഡിപ്പിച്ച ആ രാജലക്ഷ്മിയെ ഇനി കുടുംബത്തിൽ പിറന്ന ആരെങ്കിലും വന്ന് കല്യാണം കഴിക്കും? ഞാനെന്താ അത്രയ്ക്ക് മോശം? അയ്യോ, അതുകൊണ്ടല്ല ഹംസേ, നിന്റെ അടുത്ത് കരഞ്ഞ് അവര് കാല് പിടിക്കും. സാറേ, കൂടുതൽ ചോദ്യം ചെയ്യാതെ തന്നെ പ്രതി എല്ലാ കുറ്റവും സമ്മതിച്ചിരിക്കുന്നു. 1 അല്ല 9 വട്ടം പ്രതി പീഡിപ്പിച്ചു. ഞാൻ സാക്ഷി. ഇത് സത്യം സത്യം സത്യം.